അത്തിമരക്കാട്ടിലെ പുഴയുടെ തീരത്ത് അത്തിമരത്തിൽ താമസിച്ചിരുന്ന കുരങ്ങനും പുഴയുടെ തീരത്ത് വെയിൽ കായാൻ വന്നിരുന്ന മുതലയും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. കുരങ്ങൻ എന്നും മുതലയ്ക്ക് അത്തിപ്പഴം കൊടുക്കുമായിരുന്നു. ഒരു ദിവസം കുറച്ച് അത്തിപ്പഴം മുതല തൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി. അത്തിപ്പഴം കഴിച്ച മുതലയുടെ ഭാര്യയ്ക്ക് ഒരു കുറുക്കുബുദ്ധി തോന്നി. അവൾ മുതലയോട് പറഞ്ഞു, അത്തിപ്പഴത്തിന് ഇത്രയും രുചിയാണെങ്കിൽ എന്നും ഇത് കഴിക്കുന്ന കുരങ്ങൻ്റെ കരളിന് എത്രമാത്രം രുചിയായിരിക്കും. ഇത് കേട്ട മുതല ആകെ വിഷമത്തിലായി. എൻ്റെ സുഹൃത്തിനെ ചതിക്കാനാവില്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞുമാറി. പിന്നെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ ഭാര്യയുടെ മുന്നിൽ ഗതികെട്ട് അതിന് സമ്മതിക്കേണ്ടി വന്നു. കുരങ്ങനെ സ്നേഹത്തോടെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവനെയും പുറത്തിരുത്തി മുതല ഭാര്യയുടെ അടുത്തേക്ക് യാത്രയായി. പുഴയുടെ നടുക്കെത്തിയപ്പോൾ മുതല കുരങ്ങനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഞെട്ടിപ്പോയ കുരങ്ങൻ പെട്ടെന്നൊരു ബുദ്ധി പ്രയോഗിച്ചു. കുരങ്ങൻ പറഞ്ഞു, ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാൻ എൻ്റെ കരൾ ഊരി വെച്ചിരുന്നു. അത് എടുക്കാൻ മറന്നുപോയി. നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എന്നോട് പറയണ്ടേ. ഇത് കേട്ട് വിശ്വസിച്ച മുതല കുരങ്ങനെ തിരിച്ച് അത്തിമരത്തിൻ്റെ അടുത്തെത്തിച്ചു. കുരങ്ങൻ ജീവനും കൊണ്ട് മരത്തിൽ കയറി രക്ഷപ്പെട്ടു. അവസരത്തിനനുസരിച്ച് ബുദ്ധി പ്രയോഗിക്കണം.